അങ്കമാലിയിൽ വ്യാപാരികളുടെ വയറ്റത്തടിച്ച് അനധികൃത കച്ചവടങ്ങൾ പെരുകുന്നു. അങ്കമാലി ശബ്ദത്തോട് പ്രതികരിച്ച് വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ജോണി കുര്യാക്കോസ്. പ്രിയമുള്ളവരെ, വഴിയോര കച്ചവടം അങ്കമാലിയിൽ തകൃതമായിട്ട് നടക്കുകയാണ്. വഴിയോര കച്ചവടം തീർത്തും ഇല്ലാതെയാക്കണം, അല്ലെങ്കിൽ വഴിയോര കച്ചവടം നിയന്ത്രിക്കണം എന്ന് ഞങ്ങൾ വ്യാപാരികൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ്. വർഷങ്ങളായിട്ട് അങ്കമാലി മർച്ചൻ്റ് അസോസിയേഷൻ വഴിയോര കച്ചവടം ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയിലും പോലീസിലും RTOയിലും നിരന്തരമായിട്ട് ഞങ്ങൾ പരാതികൾ കൊടുക്കുകയും പറയുകയും ചെയ്യുന്നു. എത്ര പറഞ്ഞാലും അങ്കമാലി ടൗണിൽ ഗതാഗതക്കുരുക്കുണ്ടാക്കിക്കൊണ്ട് ഈ വഴിയോര കച്ചവടം വളരെ വർദ്ധിച്ച തോതിൽ നടക്കുകയാണ്. വഴിയോര കച്ചവടം നിരോധിക്കണം എന്നല്ല ഞങ്ങൾ പറയുന്നത്, വഴിയോര കച്ചവടം നിയന്ത്രിക്കണം. വഴിയോര കച്ചവടം ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ ഗവൺമെൻറ് ചില അനുമതികൾ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? വഴിയിൽ പ്രധാനപ്പെട്ട വീതികളിൽ ഗതാഗതക്കുരുക്കുണ്ടാക്കിക്കൊണ്ട് വ്യാപാരികളുടെ കടയുടെ മുമ്പിൽ വ്യാപാരം നടത്താനല്ല അവർക്ക് ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്തത്. അവർക്ക് ലൈസൻസ് പോലും ഇല്ല. ഒരു ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്തിട്ടുണ്ട്. ഉപജീവനത്തിന് വേണ്ടി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നതിന് ഗവൺമെൻറ് എതിരല്ല, പക്ഷേ അവർക്ക് വ്യാപാരം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടെ വഴിയോര കച്ചവടം നടത്താനായിട്ട് നഗരസഭ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് മാത്രമേ അവരുടെ കടകൾ അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങൾ നിർത്തി വ്യാപാരം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നിയമം. അതിനൊരു ഐഡൻറ്റിറ്റി കാർഡ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ലൈസൻസ് ഇല്ല. ഇനി ഞങ്ങൾ വ്യാപാരികൾ ഞങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള ലൈസൻസ് എടുത്താണ് ഞങ്ങൾ വ്യാപാരം ചെയ്യുന്നത്? ഞങ്ങൾ മുനിസിപ്പൽ ലൈസൻസ് എടുക്കുന്നു, മുനിസിപ്പൽ ടാക്സ് അടയ്ക്കുന്നു, ബിൽഡിംഗ് ടാക്സ് അടയ്ക്കുന്നു, തൊഴിൽ നികുതി അടയ്ക്കുന്നു, FSSAI രജിസ്ട്രേഷൻ എടുക്കുന്നു, GST സെയിൽസ് ടാക്സ് അടയ്ക്കുന്നു, വൈദ്യുതി ചാർജ് അടയ്ക്കുന്നു. ഞങ്ങൾ ഇതെല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ടൗണിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികളുടെ കടയുടെ മുമ്പിൽ ഇതൊന്നുമില്ലാതെ, യാതൊരു ലൈസൻസും ഇല്ലാതെ മത്സ്യങ്ങൾ വിൽക്കുന്നു, പഴവർഗ്ഗങ്ങൾ വിൽക്കുന്നു, പച്ചക്കറികൾ വിൽക്കുന്നു. ഇങ്ങനെ ഒരുപാട് തരം കച്ചവടങ്ങൾ വഴിയിൽ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നു. വഴിയിൽ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നതിൻ്റെ മറ്റൊരു വശം ഞാൻ പറയാം. അതായത് ഈ ഉപജീവനത്തിന് വേണ്ടി ആണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുണ്ട്. ഇവരെല്ലാവരും ചാവക്കാട് അല്ലെങ്കിൽ കുന്നംകുളത്തുള്ള വ്യാപാരികളാണ്. ഇവർ തൃശ്ശൂർ മാർക്കറ്റ്, ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് ഈ സാധനങ്ങൾ മേടിച്ച് എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ടെമ്പോ അല്ലെങ്കിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷ എടുത്ത് ഇത് കൊണ്ടുവന്ന് ടൗൺ പ്രദേശത്ത് ആളുകൾ കൂടുന്ന വ്യാപാരികൾ വ്യാപാരം ചെയ്യുന്നതിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് വ്യാപാരം ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു വലിയ ഹോൾസെയിൽ ബിസിനസ്സാണ്. ഈ ഹോൾസെയിൽ ബിസിനസ്സിൻ്റെ ഏറ്റവും അടിയിലെ കണ്ണികളാണ് ഈ പറഞ്ഞ വഴിയോര കച്ചവടക്കാരെന്ന് പറയുന്ന ആളുകൾ. അപ്പോൾ അത് നിയന്ത്രിക്കണം. അത് ഞങ്ങളെപ്പോലെ ടാക്സ് അടച്ച് ഞങ്ങളെപ്പോലെ എല്ലാ നിയമങ്ങളും പാലിച്ച് അങ്കമാലിയിൽ വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളുടെ കച്ചവടം നശിപ്പിക്കുന്ന രീതിയിൽ എല്ലാ ദിവസവും ഇങ്ങനെ വഴിയോര കച്ചവടം നടത്തുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതിവിടുത്തെ ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നു. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള സംഘം നിർബാധം വീണ്ടും വീണ്ടും വരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഒരു സംഭവം ഉണ്ടായി. ഇവിടെ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ വന്ന് പ്ലാസ്റ്റിക് കസേരകളും പ്ലാസ്റ്റിക് ടേബിളുകളും കുറേ ടോയ്സും നമ്മുടെ ക്യാംഷഡ് റോഡിൽ നിരത്തി വെച്ച് വിൽക്കുന്നു. ഉടനെ ഇവിടുത്തെ അങ്കമാലിയിലെ ലൈസൻസുള്ള വ്യാപാരികൾ, ഫർണിച്ചർ കടക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ഉടനെ നഗരസഭയെ വിളിച്ചറിയിച്ചു, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. നഗരസഭയിൽ നിന്ന് ആൾ വന്നു, അതുപോലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു. ഞങ്ങൾ വ്യാപാരികൾ കൂട്ടമായിട്ട് സംഘടിതമായിട്ട് ഞങ്ങൾ ഓടെ ചെന്നു. ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് പറഞ്ഞു, സുഹൃത്തെ, ഇവിടെ അങ്കമാലിയിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വ്യാപാരം ചെയ്യാൻ പാടില്ല. നിങ്ങൾ മറ്റെവിടെയെങ്കിലും കണ്ടെത്തണം. ഞങ്ങൾ ലൈസൻസ് എടുത്ത് ഞങ്ങൾ വ്യാപാരം ചെയ്യുന്നത് ഞങ്ങളുടെ കടയുടെ മുമ്പിൽ വെച്ച് ഈ വ്യാപാരം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഉടനെ നഗരസഭയും വന്ന് പറഞ്ഞു, നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പറഞ്ഞു, അതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോലീസും വന്ന് പറഞ്ഞു, ഈ ക്യാംഷഡ് റോഡിൽ നിങ്ങളിങ്ങനെ വ്യാപാരം ചെയ്യാൻ പാടില്ല. അയാൾ അപ്പം തന്നെ അത് മടക്കിപ്പോയി. 2 ദിവസം കഴിഞ്ഞ് അയാൾ വീണ്ടും വന്നു. ഞങ്ങൾ നിരന്തരം ഇതിനെതിരെ പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ മുൻ പ്രസിഡന്റുമാരും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഞങ്ങളുടെ ഭാരവാഹികളും എപ്പോൾ കണ്ടാലും ഞങ്ങൾ സംഘടിതരായിട്ട് ചെന്ന് ഇവരോട് ഇവിടെ ഇടരുത്, ഈ റോഡിലിടരുത് എന്ന് പറയും. ഇനി നമുക്ക് മറ്റൊരു വശം ചിന്തിക്കാം. ഒരു കർഷകൻ അവൻ്റെ മരച്ചീനി, ഇപ്പോൾ മഴക്കാലമാണ്, മരച്ചീനി കേടുവരാതെ അവൻ അത് പെട്ടെന്ന് കുറച്ച് പറിച്ച് ഏതെങ്കിലും വഴിയിൽ വെച്ച് വിൽക്കുകയാണെങ്കിൽ നമുക്കത് സമ്മതിക്കാം, അതിനെ നമ്മൾ എതിർക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു കായ, ഒരു ഏത്തവാഴ
ഒടിഞ്ഞു, കുറച്ച് കായ, അത് നശിച്ചു പോകാതിരിക്കാൻ ഒരു കർഷകൻ വന്ന് റോഡിൻ്റെ ഈ ടൗണിലല്ല, ടൗൺ വിട്ട് കുറച്ച് ഭാഗത്ത് നിന്ന് കുറച്ച് ഒരു 1-2 ദിവസം അവൻ കച്ചവടം നടത്തുന്നതിന് നമ്മൾ എതിർക്കാൻ വരില്ല. പക്ഷേ ഇതൊരു വലിയ വ്യവസായത്തിൻ്റെ കണ്ണിയായിട്ട്, ഒരു വ്യവസായ ശൃംഖലയുടെ കണ്ണിയായിട്ട് എല്ലാ ദിവസവും തൃശ്ശൂർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളും മേടിച്ച് ഇങ്ങനെ എല്ലാ ചെറിയ ചെറിയ പട്ടണങ്ങളിലും പോയി വഴിവ്യാപാരം നടത്തുന്ന ഒരു വൻ ശൃംഖലയാണിത്. ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ഇത് അവർ യാതൊരുവിധ ടാക്സും അടയ്ക്കാതെ, യാതൊരുവിധ ചെലവുകളും ഇല്ലാതെ അവർ വിൽക്കുന്നു. ഇനി ഈ വിൽക്കുന്നതിൽ പല സാധനങ്ങളും ഞങ്ങളുടെ വ്യാപാരികൾ വിൽക്കുന്നതിലും വില കൂട്ടിയാണ് വിൽക്കുന്നത്. മനുഷ്യർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ വാഹനത്തിൽ വിൽക്കുന്ന സാധനങ്ങളെല്ലാം വില കുറവാണെന്നാണ്. ഒരിക്കലും അവൻ വില കുറച്ചല്ല വിൽക്കുന്നത്. അപ്പോൾ പൊതുസമൂഹത്തെ കബളിപ്പിക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ ടാക്സ് വെട്ടിക്കുന്നു, ഞങ്ങളെ വ്യാപാരികളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഈ വഴിയോര കച്ചവടം നമ്മുടെ നാട്ടിൽ അനുവദിക്കാൻ പാടില്ല. ഇനിയും നഗരസഭാ അധികൃതരും പോലീസും ഗതാഗതക്കുരുക്കുണ്ടാകുന്നതുകൊണ്ട് RTOയ്ക്കും ഈ കാര്യത്തിൽ ബന്ധപ്പെടുകയും ഇവരെ ഒഴിവാക്കുകയും ചെയ്യാം. പല കോടതി വിധികളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മുനിസിപ്പാലിറ്റി നിർദ്ദേശിക്കുന്ന സ്ഥലത്തല്ലാതെ വേറെ ഒരു സ്ഥലത്തും വഴിയോര കച്ചവടം നടത്താൻ പാടില്ല എന്ന് ഹൈക്കോടതി വിധികളുണ്ട്. ഇതിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ പോയാൽ വീണ്ടും ഞങ്ങൾ വ്യാപാരികൾ സംഘടിതരായി സമാധാനപരമായി ഞങ്ങളിതിനെ എതിർക്കും. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടിയപ്പോഴും ഈ വിഷയം ചർച്ച ചെയ്തു. ഞങ്ങളുടെ മാർക്കറ്റിലുള്ള, ഇനി മുനിസിപ്പൽ മാർക്കറ്റ് ഇവിടെ ഉണ്ട്, മുനിസിപ്പൽ മാർക്കറ്റിൽ മാംസം, മത്സ്യം, പച്ചക്കറി, പലചരക്ക് ഇതെല്ലാം വിൽക്കുന്ന വ്യാപാരികളുണ്ട്. മാർക്കറ്റിലേക്ക് ആരും പോകുന്നില്ല. കാരണം എന്താ? ഇതെല്ലാം വഴിയിൽ അവർക്ക് കിട്ടുന്നു. വഴിയിൽ കിട്ടുമ്പോൾ മുനിസിപ്പൽ മാർക്കറ്റിൽ വർഷങ്ങളായിട്ട് വാടക കൊടുത്തിരുന്ന് വ്യാപാരം ചെയ്യുന്ന വ്യാപാരികൾക്ക് കച്ചവടം കിട്ടുമോ? അപ്പോൾ അവർ മുനിസിപ്പാലിറ്റിക്കുള്ള അതിൻ്റെ വരുമാനം കുറയില്ലേ? അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ഈ വഴിയോര കച്ചവടത്തിന് ഉപജീവന മാർഗമാണ്, പാവപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവനെ കയറൂരി വിടുകയല്ല വേണ്ടേ. അവന് ഉപജീവനത്തിന് അവന് പ്രത്യേക സ്ഥലം നിർദ്ദേശിച്ച്, അപ്പോൾ പ്രത്യേക സ്ഥലം നഗരസഭ കണ്ടെത്തി അവിടെ അവർ ചെയ്തോട്ടെ, അവർ ജീവിച്ചോട്ടെ. ഞങ്ങൾ ആരുടെ ഉപജീവന മാർഗം മുടക്കാനോ ഞങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതി എന്ന് പറയാനുള്ള ആളുകളല്ല. എല്ലാവർക്കും ജീവിക്കണം. പക്ഷേ മറ്റുള്ളവർക്ക് തടസ്സം ഉണ്ടാക്കിക്കൊണ്ട്, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വ്യാപാരങ്ങൾ നടക്കാൻ സർക്കാരുകൾ കൂട്ടുനിൽക്കരുത്. അതുപോലെ അധികൃതർ കൂട്ടുനിൽക്കരുത്. നമ്മളെല്ലാവരും, നാട്ടുകാരും പൊതുജനങ്ങളും മുനിസിപ്പാലിറ്റിയും ഗവൺമെൻറ് മിഷനറിയും എല്ലാവരും ചേർന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുകയും ഇനിയെങ്കിലും ഈ അങ്കമാലി പട്ടണത്തിലെ ഈ വീർപ്പുമുട്ടുന്ന ഗതാഗതക്കുരുവിനുള്ള വഴിയോര കച്ചവടം ഒഴിവാക്കുക തന്നെ ചെയ്യണം എന്നാണ് മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഞങ്ങളുടെ നിലപാട്. മർച്ചൻ്റ് അസോസിയേഷൻ എന്ന നിലയിൽ ഞാനിത് നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ